ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശരണം വിളികളാൽ മുഖരിതമായ ഈ വൃശ്ചിക മാസവേളകളിൽ അയ്യപ്പനെ പറ്റി പറയുക എന്നുള്ളത് എന്തുകൊണ്ടും ശ്രേഷ്ഠമാണല്ലോ. ഹരിഹരാത്മജനാണല്ലോ ശ്രീ അയ്യപ്പൻ. അതായത് മോഹിനിയുടെ അവതാരമെടുത്ത ഹരിയുടെയും ശിവൻ്റെയും പുത്രൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആ അമ്മ വാഴുന്ന ഈ മോഹിനി കന്യാരൂപത്തിൽ വരുന്ന ഹരികന്യാപുരത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ആ ക്ഷേത്രത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കലിയുഗവരതനായ ശ്രീ അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശം മഹിഷി നിഗ്രഹമായിരുന്നുവല്ലോ. ദേവന്മാരുടെ ആവശ്യപ്രകാരം ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചു. ഇതിൽ കലിപൂണ്ട മഹിഷാസുരൻ്റെ സഹോദരി മഹിഷി പ്രതികാരം ചോദിക്കുവാനായിട്ട് ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ അവർക്ക് ആവശ്യമായ വരവും നൽകി. ശിവനും വിഷ്ണുവും ചേർന്ന് ജാതനാകുന്ന പുത്രനല്ലാതെ തന്നെ മറ്റാർക്കും കൊല്ലുവാൻ കഴിയരുത് എന്നുള്ളതായിരുന്നു അവരാവശ്യപ്പെട്ട വരം. ഇങ്ങനെ വരം ലഭിച്ചതോടെ മഹിഷി പൂർവാധികം ശക്തി പ്രാപിച്ച് എല്ലാ ലോകങ്ങളും ആക്രമിച്ചു. ഇതിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലാഴി മദനത്തിനായിട്ട് മോഹിനി രൂപത്തിലെത്തിയ വിഷ്ണു ഭഗവാൻ, അതായത് അമൃതകുംഭം അസുരന്മാരിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് മോഹിനി രൂപത്തിലെത്തിയ വിഷ്ണു ഭഗവാനെ ശിവൻ കാണുവാനിടയാകുന്നതും മോഹിനിയുടെ രൂപം കണ്ട് ശിവന് അനുരാഗമുണ്ടാകുകയും അങ്ങനെ അവർക്ക് ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ശൈവ വൈഷ്ണവ തേജസ്സുകൾ ഒത്തുചേർന്ന് ഉണ്ടായ പുത്രനത്രേ മീനമാസത്തിൽ ഉത്രം നക്ഷത്ര ജാതനായ ഹരിഹരാത്മജൻ. ഈ കുട്ടിയെ തൻ്റെ ഭക്തനായ പന്തള രാജാവിന് നൽകാൻ പരമശിവൻ തീരുമാനിച്ചു. ഭൂമിയിലേക്ക് അയക്കും മുമ്പ് കഴുത്തിൽ മണിമാല അണിയിച്ചു. മഹിഷി നിഗ്രഹമാണ് ദേവതാ ലക്ഷ്യമെന്നും അതിനായിട്ട് 12 വർഷം ഭൂമിയിൽ വസിക്കണമെന്നും പറഞ്ഞ് മണികണ്ഠനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഭഗവാൻ. ഇങ്ങനെ നായാട്ടിന് പോയ പന്തളം രാജാവ് പമ്പാതീരത്ത് നിന്ന് ഓമനത്വമുള്ള ശിശുവിനെ കണ്ടെത്തുകയും മക്കളില്ലാത്ത ഈ പന്തള രാജാവും പത്നിയും മണികണ്ഠൻ എന്ന പേരിൽ ആ ശിശുവിനെ വളർത്തുകയും ചെയ്തു. ഇങ്ങനെ ശ്രീ അയ്യപ്പൻ്റെ മാതാവായി കണക്കാക്കപ്പെടുന്ന മോഹിനിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവ ദേവാലയമാണ് ഹരികന്യകാപുരത്തെ ഹരികന്യകാ ക്ഷേത്രം. അരികന്നിയൂർ, അതായത് അരിയന്നൂർ എന്നും ഈ ദേശത്തിന് പേരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ മോഹിനി ഭാവത്തിലാണ്, അതായത് മോഹിനിയുടെ കന്യകാഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാമൂർത്തിയെ ആരാധിച്ചു വരുന്നത്. ദേവിയുടെ ചതുർബാഹു വിഗ്രഹത്തിന് 5 അടിയോളം ഉയരമുണ്ട്. പാതാള അഞ്ജനക്കല്ലിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ദുഃഖത്തെ നശിപ്പിക്കുന്നവളും ശ്യാമളവർണ്ണമുള്ളവളും ചന്ദ്രക്കല കൊണ്ട് അലങ്കരിക്കപ്പെട്ട കിരീടം ധരിച്ചവളും മഞ്ഞപ്പട്ടുടുത്തവളും ചക്രം, ശംഖ്, അമ്പ്, വില്ല് എന്നിവ ധരിച്ചതും അല്ലെങ്കിൽ ചാപശരങ്ങളുടെ സ്ഥാനത്ത് അഭയവരതങ്ങളോ അതുമല്ലെങ്കിൽ തൽസ്ഥാനത്ത് ഒരു കൈ അരക്കെട്ടിലും മറ്റേ കൈ അഭയമുദ്രയോട് കൂടിയിട്ടോ ആയിട്ടുള്ള ദുർഗാദേവിയെ ധ്യാനിക്കണമെന്നതാണ് ഇവിടുത്തെ ശ്ലോകത്തിൻ്റെ സങ്കല്പം. ഇതിൻ പ്രകാരമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാരീതി. ഒരു കൈയിൽ ചക്രവും മറ്റേ കൈയിൽ ശംഖും ധരിച്ചിട്ടുണ്ട്. ഒരു കൈ അരക്കെട്ടിലാണ്, മറ്റേതാകട്ടെ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് അരികന്നിയൂർ ഭഗവതി വാണരുളുന്നത്. ശബരിമല തീർത്ഥാടനത്തിനൊപ്പം മനസ്സിലാക്കേണ്ട പോയി കണ്ട് വണങ്ങേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രമെന്ന് മനസ്സിലാക്കണം. ഗുരുവായൂരിന് അടുത്തായിട്ടാണ് അരികന്നിയൂർ സ്ഥിതി ചെയ്യുന്നത്. മോഹിനിയെ സങ്കല്പിച്ചാണ് ഭക്തർ ദേവിയെ വന്ദിക്കുന്നതെങ്കിലും പ്രതിഷ്ഠയുടെ ധ്യാന സങ്കല്പം ദുർഗാദേവിയുടേതാണ്. ഇത് മാത്രമല്ല, ഒട്ടനവധി സവിശേഷതകളാണ് ഹരികന്യകാ ദേവീ ക്ഷേത്രത്തെപ്പറ്റി പറയാനുള്ളത്. വിഷ്ണുമായയിൽ ആകൃഷ്ടനായ കാമുകഭാവത്തിൽ നിൽക്കുന്ന ശിവൻ അരൂപിയായി ഇവിടെ ആരാധിച്ചു വരുന്നു. വിഗ്രഹമോ പൂജയോ ഇല്ല. എന്നാൽ പ്രധാന ശ്രീകോവിലിൽ മോഹിനിയുടെയും ശ്രീ പരമേശ്വരൻ്റെയും ബന്ധത്തിലുണ്ടായ അയ്യപ്പനെ തിടമ്പ് വെച്ച് പൂജിക്കുന്നു. ബാലകൻ്റേതാണ് ഭാവം, എപ്പോഴും അമ്മയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ സങ്കല്പം. ഗുരുവായൂരപ്പനെ ഹരികന്യകാദേവിയുടെ സഹോദരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരുമുണ്ട്. ഗുരുവായൂരിലെ ഇടത്തരികത്തുകാവ് ഭഗവതിയും ഗുരുവായൂരപ്പൻ്റെ സഹോദരിയായിട്ടാണല്ലോ കണക്കാക്കുന്നത്. പാലാരി മദനകാലത്ത് പിറവിയെടുത്ത മോഹിനി എന്ന അർത്ഥത്തിൽ മാത്രമേ
ചിലർ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം നൽകുന്നുള്ളൂ. ശിവൻ ദ്വാരപാലകർക്ക് പകരം ദ്വാരപാലികമാറാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ദുർഗാ സങ്കല്പത്തിലാണ് ഇവിടെ പൂജകൾ. ഐതിഹ്യപ്രധാനവും ചരിത്രസമ്പന്നവുമാണ് ഹരികന്യകാ ക്ഷേത്രം. പ്രാചീന മണിപ്രവാളകൃതിയായ ചന്ദ്രോത്സവത്തിൽ അരികന്നിയൂർ ക്ഷേത്രത്തെപ്പറ്റി പരാമർശിക്കുന്നു. നിഗമ വിടബി ശാകാലംബി ബിനി സൽഫലാപ്ത്യ സുഹൃതീനാം വിദൂരസ്ഥാനമി പ്രീണയതി അനവധി തരുമൂലാകാംക്ഷിതം കൽപ്പവല്ലി ദിശതു ഹരികുമാരി മന്ദിര വാസിനീനു. അതായത് നിഗമമാകുന്ന വിടബിയുടെ, അതായത് വൃക്ഷത്തിൻ്റെ ശാഖയെ അവലംബിച്ചിരിക്കുന്നവളും സൽഫലപ്രാപ്തി കൊണ്ട് വിദൂരസ്ഥനായ സുഹൃതികളെ കൂടി പ്രീണിപ്പിക്കുന്നവളും കൽപ്പലതയായവളുമായ ഹരികുമാരി എന്നു പേരായ മണിമന്ദിരത്തിൽ വസിക്കുന്നവൾ ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കട്ടെ. കൽപ്പവല്ലി, കൽപ്പയായ അരിയന്നൂർ ഭഗവതി, എൻ്റെ ഇച്ഛകളെയെല്ലാം നിറവേറ്റണമേ എന്നാണ് സാരം. ഇങ്ങനെയാണ് ചന്ദ്രോത്സവത്തിലെ വർണ്ണന. വ്യാഖ്യാതാവ് എഴുതിയിട്ടുണ്ട്, ഗുരുവായൂരിൽ നിന്ന് 3 നാഴിക വടക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഭഗവതി ക്ഷേത്രമത്രേ അരിയന്നൂർ. ശുഗപുരം, പെരുവനം എന്നീ പൂർണ്ണ ഗ്രാമങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു ചെറിയ നമ്പൂതിരി ഉപഗ്രാമമാണ് ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കാടന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു. അന്നിവിടെ ഭദ്രകാളിയെ കള്ളും മാംസവും നേദിച്ചാണ് ഉപാസിച്ചിരുന്നത്. അങ്ങനെ അവിടെ അധർമ്മം കൊഴുത്തു വന്നപ്പോൾ അത് പരിഹരിക്കാനായി നമ്പൂതിരിമാർ കൂടി ആലോചിച്ച് മോഹിനി സങ്കല്പത്തിലുള്ള ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. പെരുന്തച്ചൻ നിർമ്മിച്ച ദേവാലയമെന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിനുണ്ട്. കരിങ്കൽ ചെങ്കൽത്തറയും കൊത്തുപണികളുമുള്ള ചതുരശ്ര ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. പെരുന്തച്ചൻ്റെ ഒരു വീതുളി ഇപ്പോഴും ചുവരുകൾക്കിടയിൽ കാണാം. ചരിഞ്ഞുപോയ ക്ഷേത്രത്തെ തൻ്റെ മാന്ത്രിക ഉളി കൊണ്ട് ഉയർത്തി എന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം. പഴയകാലത്ത് ഗുരുവായൂരപ്പനെ കണ്ട അനുഗ്രഹം വാങ്ങിയതിന് ശേഷമേ ഉത്സവം ഇവിടെ ആരംഭിക്കാറുണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഇവിടെ ഗുരുവായൂരപ്പന് വേണ്ടി അടയും പൊടിയുമൊക്കെ നേദിക്കുമായിരുന്നു. ഇന്ന് ഇതിന് പകരമായി മൂഴിക്കുളത്ത് കൃഷ്ണന് വേണ്ടിയാണിത് നേദിക്കുന്നത്. അതായത് ഡിസംബറിൽ നടക്കുന്ന ഉത്സവം 15 ദിവസത്തിൽ ഉണ്ടാവും. അതായത് പിടിയാനയാണ് ഉത്സവത്തിന് തിടമ്പേറ്റുന്നത്. ഉത്സവത്തിന് ദിവസവും ആറാട്ടുണ്ട്. പഞ്ചവാദ്യത്തോടെയുള്ള ആറാട്ട് ഘോഷയാത്രയിൽ ശാസ്താവ് അകമ്പടിയായിട്ടുണ്ടാകും. ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് അയ്യപ്പൻ്റെ തിടമ്പ് കൂടി എഴുന്നള്ളിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അമ്മയെ മകൻ അകമ്പടി സേവിക്കുന്നു എന്നത്രേ ഇവിടുത്തെ വിശ്വാസം. അതുപോലെ അയ്യപ്പനെ തിടമ്പിൽ വെച്ച് ആരാധിക്കുന്നതും ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. സ്ത്രീകളാണ് ഇവിടെ വിളക്ക് പിടിക്കുക എന്ന പ്രത്യേകതയും ഉണ്ട്. പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് തിരിച്ച് എഴുന്നള്ളുന്നത്. നാവേർ പാടി ശുദ്ധി വരുത്തിയ ദേവി കൊടിയിറക്കത്തിന് സാക്ഷിയാകുന്നു. രാത്രി 25 കലശവും ശ്രീഭൂതപുലിയും കഴിഞ്ഞാൽ ഉത്സവത്തിന് സമാപനമായി. മലമുകളിലുള്ള ഈ ക്ഷേത്രത്തിന് വാർഷിക ഉത്സവം 15 ദിവസമാണ്. മകരത്തിലെ മൂലം നക്ഷത്രത്തിൽ ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. എല്ലാ കാർത്തികയും ഇവിടെ വിശേഷ ദിവസമാണ്. അന്ന് ഇവിടെ വാരമിരിക്കൽ, അതായത് ഋഗ്വേദം ചൊല്ലലും ജപിക്കലും ഉണ്ടാകും. നവരാത്രിയും മണ്ഡലകാലവും ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു. മണ്ഡലകാലത്ത് 41 ദിവസവും വാരമിരിക്കൽ ഉണ്ടാകും. ഹൈന്ദവ സമുദായത്തിലെ സമസ്ത ജാതിക്കാർക്കും അവകാശമുള്ള ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ആചാരനിബന്ധവും അനുഷ്ഠാനപൂർണവുമായ അവകാശങ്ങളാകുന്നു ഇവയൊക്കെ. വണ്ണാൻ പാട്ടുപാടണം, പാണൻ ചരട് വലിക്കണം, മൂശാരി ചുണ്ണാമ്പ് കൊടുക്കണം, ആശാരി കൊടിമരം വയ്ക്കണം, മണ്ണാന്മാർ മുണ്ട് കെട്ടണം എന്നിങ്ങനെ പോകുന്നു അവകാശങ്ങൾ. ഭഗവതിയെ കന്യകയായി സങ്കല്പിക്കുന്നത് കൊണ്ടാകണം ഓജസ്സുള്ള ഒന്നിനും അകത്തേക്ക് പ്രവേശനമില്ല. പിടിയാനയെ മാത്രമേ ഇവിടെ കൊണ്ടുവരാറുള്ളൂ. കിരീടം ധരിച്ചുള്ള കേരളീയ കലാരൂപങ്ങളൊന്നും ഇവിടെ അരങ്ങേറാൻ പാടില്ലാത്തതാകുന്നു. അങ്കുരാദി, പടഹാദി, ധ്വജാദി എന്നിങ്ങനെ 3 തരം ഉത്സവങ്ങളും ഇവിടെയുണ്ട്. 15 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. പ്രത്യക്ഷത്തിൽ ദേവിയെ കണ്ടവരുണ്ടെന്നത്രേ ഇവിടുത്തെ നിവാസികൾ പറയുന്നത്. അർദ്ധരാത്രി സമയത്തൊക്കെ കുളക്കടവിൽ നിന്ന് കുളിച്ച് കയറുന്ന ഒരു സുന്ദരിയെ കണ്ട് ഭയന്നോടിയ നാട്ടുകാരുണ്ടത്രേ. അതുപോലെ തന്നെ പല പാതിരാത്രികളിലും കുളക്കടവിൽ തുണി നനയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുമത്രേ. ഒരു കുത്തുവിളക്കുമായി ക്ഷേത്ര പരിസരത്തു കൂടി ഒരു സ്ത്രീ നടക്കുന്നത് കണ്ടവരുണ്ടത്രേ. ഇങ്ങനെ ഭഗവതിയുടെ വിവിധ രൂപങ്ങൾ ദർശിച്ചവർ നിരവധി അത്രേ ഇവിടെ. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
ഇവിടെ കാമുകനായ നായാട്ട് ശിവനുമുണ്ട്. കണ്ടാന്നിശ്ശേരി എന്നും ഇതിന് പേരുണ്ട്. കാഞ്ഞിരക്കുറ്റിയിലാണ് നായാട്ട് ശിവൻ്റെ വാസം. മംഗല്യ തടസ്സം നീങ്ങിക്കിട്ടാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ്. മോഹിനിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തിയാൽ മംഗല്യപ്രാപ്തി വരും എന്ന് അനുഭവസ്ഥർ വിശ്വസിക്കുന്നു. അതായത് ഈ ക്ഷേത്രത്തിൽ 21 ദിവസം തുടർച്ചയായി സ്വയംവര പുഷ്പാഞ്ജലി നടത്തി 21-ാം ദിവസം പാൽപായസ നിവേദ്യം കൂടി നടത്തിയാൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി മംഗല്യപ്രാപ്തി കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന് ത്രിമധുര വഴിപാടും പ്രധാനമാണ് ഇവിടെ. പുഷ്പാഞ്ജലി, സാരസ്വത പുഷ്പാഞ്ജലി, നിറമാലക്കൂട്ട്, എങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഇവിടെയുണ്ട്. ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള വഴിയിലാണ് അരികന്നിയൂർ സ്ഥിതി ചെയ്യുന്നത്. അരികന്നിയൂരിൽ നിന്നും അല്പം നടന്നാൽ ഹരികന്യകാപുരം ക്ഷേത്രത്തിലെത്താം. ഇങ്ങനെ അയ്യപ്പൻ്റെ അമ്മത്തറവാടിനെ പറ്റി അറിയേണ്ട ഇതാണെന്ന് വിശ്വസിക്കുന്നു അയ്യപ്പന്മാർ. ഹരികന്യാപുരത്തെ ദേവി എല്ലാവർക്കും മംഗളം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകളുമായി ഞാൻ വരാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.